നോട്ടീസ് ഉന്നയിച്ചുകൊണ്ട് അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത്? ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ. ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ്? കേരളത്തിൽ നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട്. ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത്. ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച്, സ്പീക്കർക്കും റൈറ്റ് ഉണ്ട്, നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്? കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കർ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? യെസ് മിനിസ്റ്റർ, പ്ലീസ്. നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 242 ബഹുമാനപ്പെട്ട